الحمد لله الواحد القهار والمهيمن الجبار والمتكبر الغفار. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. صدق الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സർവലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നന്നായി ജീവിച്ച് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കണം എന്നതാണ്. നന്നായി ജീവിക്കുന്നത് കൊണ്ട് ഭൗതിക ലോകത്ത് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിൻ്റെ കൂടെ മരണാനന്തരമുള്ള ജീവിതത്തിൽ ശാശ്വതമായ വിജയം കൂടെ നേടിയെടുക്കാൻ കഴിയും എന്നതാണ് ഒരു സത്യവിശ്വാസിക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മനുഷ്യരോട് പറയുന്നത് സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ കൂടെ സൽപ്രവർത്തനങ്ങൾ വീഴ്ച കൂടാതെ സ്വർഗം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ കഴിയണം എന്നതാണ്. ഒരാൾ വിശ്വാസിയാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അയാൾക്ക് ജീവിതത്തിൽ പരലോകത്ത് വിജയിക്കാൻ സാധ്യമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ഞാൻ മുജാഹിദാണ്, അല്ലെങ്കിൽ ഞാൻ മുഅ്മിനാണ് എന്നൊക്കെ ഒരു മനുഷ്യൻ പറയുന്നത് കൊണ്ട് മാത്രം അവന്റെ ജീവിതത്തിൽ ആ ഈമാനിനെ പാലിക്കാൻ അവന് സാധ്യമല്ല. മറിച്ച് ആ വിശ്വാസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ നന്മ അത് നിലനിർത്താൻ കഴിയുമ്പോൾ, അത് ജീവിതത്തിൽ പൂർണ്ണമായി പാലിക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾക്ക് അവന്റെ വിശ്വാസം ഉപകാരപ്പെടുന്നത്. സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഒരുപാട് വചനങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഞാനിവിടെ ഓതി വെച്ച സൂറത്തുൽ ഹുജറാത്തിലെ ഒരു സൂക്തമാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. സത്യവിശ്വാസികളായ ആളുകൾ അവർ ഇങ്ങനെയുള്ളവർ മാത്രമാണ്. വളരെ കൃത്യം അതിന്റെ അറബി ഭാഷയിലുള്ള പ്രയോഗം അങ്ങനെയാണ്. ഇവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിലും അവന്റെ ദൂതനിലും
വിശ്വസിക്കുന്ന ആളുകൾ. അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ തലനാരിഴ കീറി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് പറയുകയും അതിന്റെ പേരിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ അള്ളാഹു പറയുന്ന നിർവചനത്തിൽ നമുക്ക് എത്രമാത്രം സത്യസന്ധമായി അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, വിശ്വസിക്കുന്ന ആളുകൾ, അതുമാത്രമല്ല ഒരു വിശ്വാസിയുടെ നിർവചനമായി അള്ളാഹു പറയുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഏകനായ അള്ളാഹുവിൽ നിഷ്കളങ്കമായി കലർപ്പില്ലാത്ത വിധത്തിൽ തൗഹീദിന്റെ ഉടമകളായി മുജാഹിദുകളാണ്, സ്വർഗാവകാശികളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന, പ്രവാചകന്റെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ച തിരുസുന്നത്തിനെ ജീവിതത്തിന്റെ ഭാഗമായി എടുത്ത് അണിയുന്നവരാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കൃത്യമായി വിശ്വാസമർപ്പിച്ച അതിൽ കളങ്കമില്ലാത്തവരായ നമ്മൾ വിശ്വാസികളാണ് എന്ന് തീർത്തു പറയാൻ കഴിയുമോ എന്ന പരിശോധനയാണ് നടത്തേണ്ടത്. അള്ളാഹു പറയുന്നു സുമ്മലം യർതാബു. ആ സത്യവിശ്വാസികൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിന്റെ കൂടെ സുമ്മലം യർതാബു, പിന്നെ അവർക്ക് ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല. വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അങ്ങനെ സംശയമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് വജാഹദു, അവർ ധർമ്മസമരം നടത്തും. ബിഅംവാലിഹിം വഅൻഫുസിഹിം, സ്വത്തുകൊണ്ടും ശരീരം കൊണ്ടും, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധരായ മനുഷ്യന്മാർ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരു വ്യാഖ്യാനമാണ് സത്യവിശ്വാസി എന്ന് പറയുന്നതിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വാസമുണ്ടാവുകയും പിന്നീട് ആ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന കാര്യത്തിൽ, പ്രവാചകനെ വിശ്വസിക്കുന്ന കാര്യത്തിൽ സുമ്മലം യർതാബു, പിന്നെ ഒരു സംശയവും അവന്റെ ജീവിതത്തിൽ വരാതിരിക്കുക എന്നത് ഒന്നാമത്തെ ഒരു അടിസ്ഥാനപരമായ യോഗ്യതയാണ്. നമ്മൾക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ വല്ല സംശയവുമുണ്ടോ? നമ്മളെ പടച്ചത്, നമ്മളെ പരിപാലിക്കുന്നത്, നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെയും ലോകത്തെയും ആകമാനം സംവിധാനിച്ചത് ഒക്കെ അള്ളാഹുവാണ്. നമുക്കതൊരു സംശയവുമില്ലാത്തവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാര്യത്തിലോ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ്. ആ പ്രവാചകന്റെ ജീവിത മാതൃക പൂർണ്ണമായും പരിപാലിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന വിശ്വാസത്തിൽ നമുക്ക് സംശയമുണ്ടോ? ഇല്ല എന്ന് നമുക്ക് ഒരുപക്ഷെ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുമായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ, സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ, അള്ളാഹുവിൽ നമുക്കുണ്ട് എന്ന് പറയുന്ന വിശ്വാസത്തെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ സന്നദ്ധമാവുക എന്നതാണ്. അള്ളാഹു അരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതിരിക്കുക, അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യം ഒഴിവാക്കാതിരിക്കുക. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച മാതൃകയെ പൂർണ്ണമായ ഇഷ്ടത്തോടുകൂടെ അതിനെ പിൻപറ്റുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ നിയമം ഒരു ഭാഗത്ത്, നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായ താല്പര്യങ്ങൾ മറുഭാഗത്ത് ഒരു ഏറ്റുമുട്ടലുണ്ടാകുമ്പോ അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സുമ്മലം യർതാബു എന്ന് പറഞ്ഞ ആ സംശയമില്ലാത്ത മനുഷ്യരിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതല്ല, അള്ളാഹുവിന്റെ നിയമം ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് നമ്മുടെ സൗകര്യമോ നമ്മുടെ ഇഷ്ടമോ നമ്മുടെ പതിവ് രീതികളോ നമ്മുടെ ശൈലിയോ ഒക്കെ മറുഭാഗത്ത് വരുന്നു. ഇത് രണ്ടും ഏറ്റുമുട്ടുമ്പോ അള്ളാഹുവിനെ രണ്ടാം സ്ഥാനത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നുവെങ്കിൽ
നമ്മുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനുമാണ് പ്രഥമമായ പരിഗണന കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് അല്ലാഹുവിന്റെ കാര്യത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നിടത്ത് ഒരു സംശയത്തിന്റെ ഒരു പഴുത് നമ്മൾ ബാക്കി വെക്കുകയാണ്. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു എന്ന് സാരം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ പ്രവാചകന്റെ കാൽപ്പാടുകൾ പിൻപറ്റിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ പ്രവാചകൻ പറയാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്നാൽ, അഥവാ ഒരു ബിദ്അത്തായ ഒരു കാര്യം, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം നാട്ടിൽ അത് നല്ലതാണ് എന്ന് കരുതി ആളുകൾ മതത്തിന്റെ പേരിൽ ചെയ്തു പോരുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ പ്രവാചകന്റെ പ്രവാചകത്വത്തിൽ നമ്മൾ സംശയാലുവാണ് എന്നാണ് ആ ഒരു പ്രവർത്തനം തെളിയിക്കുന്നത്. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മാറ്റിവെച്ചാൽ നമ്മൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും സംശയമുള്ളവരായി മാറി. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്ന ആ നിർവചനത്തിൽ നിന്ന് നമ്മൾ പതുക്കെ അകലുന്ന ഒരു രംഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് സംശയമില്ലെങ്കിൽ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കാര്യത്തിൽ നമ്മുടെ വിശ്വാസം സംശയമില്ലാത്ത വിധം രൂഢമൂലമായ അടിയുറച്ച ഒന്നാണെങ്കിൽ, നോക്കൂ, ഖുർആൻ പറയുന്നു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം, അവർ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ ധർമ്മ സമരം ചെയ്യും. ത്യാഗത്തോടുകൂടെ അവർ പ്രവർത്തിക്കും. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, അവന്റെ പ്രവാചകന്റെ ഇഷ്ടത്തിനു വേണ്ടി, സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും കഠിനമായി പ്രവർത്തിക്കാൻ ആ വിശ്വാസിക്ക് സാധിക്കുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുറെ മാനസിക സംഘർഷങ്ങളുണ്ട്. ഒരു ഭാഗത്ത് മതപരമായ നിയമം ഇങ്ങനെയാണ് എന്നറിയാം, പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യം കൊണ്ട്, നമ്മുടെ ഒരു പശ്ചാത്തലം, ജീവിത പശ്ചാത്തലം കൊണ്ട്, അതല്ലെങ്കിൽ മറ്റു ചില സമ്മർദ്ദങ്ങൾ കൊണ്ട് നമുക്ക് അവിടെ പിൻവാങ്ങേണ്ടി വരുന്ന, മതപരമായ നിയമത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന, ആ നിയമത്തെ മാറ്റിവെക്കേണ്ടി വരുന്ന സന്ദർഭമുണ്ടാകുന്നത് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് നമ്മൾ സന്നദ്ധമല്ല എന്ന പ്രഖ്യാപനമാണ് അവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ മുജാഹിദുകളായി മാറുന്നത്, മറ്റുള്ളവർ ഒരുപക്ഷെ നമ്മെ നോക്കിക്കാണുന്നത് ഏത് കോണിലൂടെയാണെങ്കിലും ഇതെനിക്ക് ബോധ്യപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ പ്രവാചക തിരുമേനിയുടെ തിരുചര്യയുടെ പിൻബലമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് കൃത്യമായി നമുക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു സമൂഹത്തിന്, നമ്മളെ വീക്ഷിക്കുന്നവർക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സഹപ്രവർത്തകർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയും, ഒരു സന്ദേശം കൊടുക്കാൻ കഴിയും. നമ്മളത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതൊരു പ്രബോധനമായി മാറും, അതൊരു ജിഹാദായി മാറും. ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാർ നമ്മളെ കളിയാക്കാം, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ കളിയാക്കാം, നമ്മുടെ അയൽവാസികൾ നമ്മളെ പരിഹസിക്കാം, നമ്മുടെ നാട്ടുകാർ നമ്മുടെ പരിഹാസത്തിന്റെ കണ്ണോടുകൂടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കാം. പക്ഷെ നമ്മൾ അവിടെ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവരുടെ നിയമങ്ങളെയും മുറുകെ പിടിച്ച് മാന്യമായി നമ്മൾ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു ജിഹാദാണ്. സഹോദരിമാരെ സംബന്ധിച്ച് ഇസ്ലാമികമായി വസ്ത്രം ധരിക്കുന്നതിനെ പരിഹാസ ചുവയോടെ നോക്കിക്കാണുന്ന മറ്റുള്ളവരുണ്ട്. ഒരു കല്യാണത്തിന് പോകുമ്പോ, ആളുകൾ കൂടുന്നിടത്ത് കടന്നു ചെല്ലുമ്പോ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച് അങ്ങോട്ട് ചെന്നാൽ അവരുടെ ഒരു പരിഹാസത്തോടെയുള്ള നോട്ടം അത് സഹിക്കാൻ കഴിയാതെ ഇസ്ലാമികമായ വേഷത്തിൽ നമ്മളൊരു കോംപ്രമൈസ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ജിഹാദിന് സന്നദ്ധരല്ല എന്നാണ്. നമ്മൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ, അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള ഈമാനിൽ നമുക്ക് സംശയമുണ്ട് എന്ന, സംശയമില്ലെങ്കിൽ നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കുക അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിയമത്തിനാണ്. സാമ്പത്തികമായ രംഗത്ത് ഒരു ഭാഗത്ത് നമുക്ക് ലാഭം ലഭിക്കുന്ന, ഗുണം ലഭിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. പക്ഷെ അത് ഇസ്ലാമികമായി അത് സ്വീകാര്യമാണോ അല്ലയോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ട്. ഒന്നുകൂടെ ഗൗരവത്തിൽ പഠിച്ചാൽ, വിശദമായി പഠിച്ചാൽ അത് സാമ്പത്തികമായി നമുക്ക് മതം അനുമതി നൽകാത്ത ഒരു കാര്യമാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ
നമ്മൾ സമ്പത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അതല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു വിഷയമാണ്, അതുകൊണ്ട് അതെനിക്ക് വേണ്ട, ഞാനത് മാറ്റിവെക്കാം എന്ന് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ആഘോഷങ്ങളും അതുപോലെ തന്നെ ആമോദങ്ങളുമുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ പൂർണ്ണമായി മതപരമായ നിയമങ്ങളെ പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അതൊരു ജിഹാദാണ്, അതൊരു ധർമ്മസമരമാണ്. ആ ധർമ്മസമരം അള്ളാഹുവിനോടുള്ള, പ്രവാചകനോടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. അതുമാത്രമല്ല, അതൊരു ദഅവത്ത് കൂടെയാണ്. മറ്റുള്ളവർക്ക് നമ്മളൊരു സന്ദേശം കൈമാറുകയാണ്. ഇതാണ് ഇസ്ലാം എന്നവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ നാളെ നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കണ്ട് അവർ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കാൻ സന്നദ്ധമായാൽ നമ്മുടെ ആ ദഅവത്ത് അത് വിജയകരമായി മാറുന്നത് നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാമിന്റെ ആദ്യകാലത്തെ വരവിനെ കുറിച്ച് നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കുന്നതാണ്. മാലിക് ബിൻ ദീനാറും സംഘവും കടന്നു വന്നത് കച്ചവട ആവശ്യവും അതുപോലെ ദഅവത്തുമായി ലക്ഷ്യം വെച്ചിട്ടാണ്. അവർ ഈ നാട്ടിൽ വന്നപ്പോ ആളുകൾക്ക് മുന്നിൽ അവരുടെ ജീവിത രീതി വിചിത്രമായി ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ കച്ചവടത്തിലെ രീതികൾ, സാമ്പത്തികമായ അവരുടെ ക്രമങ്ങൾ, നിയമങ്ങൾ, അതൊക്കെ അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ പലരും അവരെ ആക്ഷേപിക്കാനിടയുണ്ട്. പ്രവാചകൻ ദഅവത്തുമായി കടന്നു വന്നപ്പോ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന, പ്രവാചകനിൽ വിശ്വാസം ഉണ്ടായിരുന്ന, പ്രവാചകനോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന ആളുകൾ ആ പ്രവാചകനെ കുറ്റപ്പെടുത്തിയതുപോലെ ഓരോ പ്രവാചകന്മാരും കടന്നു വരുമ്പോ ആ പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന സമൂഹം പ്രവാചകന്മാരെ വാരിപ്പുണർന്നിട്ടില്ല. അവർ പ്രവാചകന്മാർക്ക് നേരെ ആക്ഷേപത്തിന്റെ ശരങ്ങൾ എഴുതുകൊണ്ടാണ് അവർ പ്രവാചകന്മാരെ സ്വീകരിച്ചത്. പൂമാലയിട്ട് സ്വീകരിക്കപ്പെട്ട പ്രവാചകന്മാർ ചരിത്രത്തിൽ അത്യപൂർവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആക്ഷേപങ്ങൾ കേട്ട്, കുത്തുവാക്കുകൾ കേട്ട്, ആട്ടിയോടിക്കലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും വിധേയമായ ചരിത്രമാണ് ഓരോ പ്രവാചകനും ഉണ്ടായിട്ടുള്ളത്. മാലിക് ദീനാറും സംഘവും വന്നപ്പോ അതിന് സമാനമായ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിക്കാണും. പക്ഷേ അവരുടെ ജീവിത രീതിയിൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമായില്ല. ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചു. ഈ സമൂഹം അത്ഭുതത്തോടു കൂടെ അവരെ നോക്കിക്കാണാൻ തുടങ്ങി. അവര് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത സാമൂഹ്യമായ മര്യാദകൾ അവർ അനുഭവിക്കുന്നത് ഈ സംഘത്തിന്റെ മത വിശ്വാസത്തിലൂന്നിയ ജീവിത രീതിയിലൂടെയാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഏറ്റവും വശ്യമായ ഒരു സാമൂഹിക ക്രമമാണ് ഇവർ കൊണ്ടുവന്നത് എന്ന് ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി. തൊലിയുടെ നിറം നോക്കി, പറന്നു വീണ കുലത്തിന്റെ മഹിമ നോക്കി മനുഷ്യന് വിലയിട്ടിരുന്ന ഒരു കാലം, മനുഷ്യന്മാരെ മനുഷ്യരല്ലാതായി കണ്ടിരുന്ന കാലം. പക്ഷെ ഇസ്ലാം മാലിക് ദീനാറും സംഘവും കടന്നു വന്നപ്പോ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന, തൊലി നിറത്തിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന സ്വഭാവമില്ലാത്ത, എല്ലാവരോടും സമഭാവനയോടുകൂടെ പെരുമാറുന്ന ആ രീതി ഇവിടെയുള്ള മനുഷ്യർക്ക് വല്ലാതെ ബോധിച്ചു. മറ്റുള്ളവന്റെ വേദനകളും മറ്റുള്ളവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു ക്രമം, ഒരു രീതി അത് ആളുകൾ സ്വീകരിച്ചു. അയൽവാസികളായി നിൽക്കുന്ന മനുഷ്യർ ഭക്ഷണം കഴിച്ചോ എന്നറിയാതെ ഭക്ഷണം കഴിക്കുക പോലും ചെയ്യാത്ത ആളുകൾ, കണ്ണു നിറഞ്ഞവനെ ചേർത്ത് പിടിച്ച് അവന്റെ വേദന എന്തെന്ന് അന്വേഷിച്ച് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇത് ഒരു ആദർശത്തിന്റെ പിൻബലത്തിലാണ് എന്ന് വളരെ വൈകാത്ത വിധത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവരാണ് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നത്. ആ പ്രബോധനം എന്ന് പറയുന്നത് വലിയ പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രം നിർവഹിക്കുന്ന പ്രബോധനമല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണത്. ഞാനും നിങ്ങളുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് അതിന്റെ ആശയമറിഞ്ഞ് ഇസ്ലാമിന്റെ ഭാഗമായി മാറിയവരാണെങ്കിൽ നമുക്ക് ആശയത്തെ മറ്റുള്ളവരിലേക്ക് പ്രബോധനം നടത്താൻ നമുക്ക് പ്രസംഗം അറിഞ്ഞുകൊള്ളണമെന്നില്ല, നമുക്ക് എഴുതാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ മതപരമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കി വായിച്ചെടുക്കും മതത്തിന്റെ നിയമം എന്താണെന്ന്.
അങ്ങനെ ചെയ്യാൻ സാധിക്കുമ്പോ അള്ളാഹു പറയുന്നു ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധരായ മനുഷ്യന്മാർ. ഇങ്ങനെ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പിന്നീട് സംശയമില്ലാതെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏതൊരു ബുദ്ധിമുട്ടിനെയും പ്രയാസത്തെയും മതത്തിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, പരലോകത്തിനു വേണ്ടി ക്ഷമയോടുകൂടെ അതിനെ താണ്ടിക്കടക്കാൻ സന്നദ്ധമാകുന്ന ആളുകൾ ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധരായ. അവർ പറയുന്ന വാക്കും അവർ ചെയ്യുന്ന പ്രവൃത്തിയും അവർ കെട്ടിപ്പടുക്കുന്ന ജീവിത രീതിയും ഒരുപോലെയാകുന്നവർ അവർ മാത്രമാണ്. അവർക്കാണ് സ്വർഗമുള്ളത്. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ നമ്മുടെ വിശ്വാസത്തിനോട്, നമ്മുടെ ഈമാനിനോട് ചേർത്ത് വെക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാനിടയുണ്ട്. പിശാച് അവനെ സ്വാധീനിച്ച് എത്ര ശ്രദ്ധിച്ചാലും അവനെ തിന്മയിലേക്ക് അവനെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ആ ഒരു സങ്കടകരമായ അവസ്ഥ പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മളത് വായിക്കുന്നതാണ്. എന്തിനാണ് അത് ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? എനിക്കും നിങ്ങൾക്കും ഒരു പ്രതീക്ഷ നൽകാനാണ്. ആദം നബി അള്ളാഹുവിൽ നിന്ന് നേരെ മതം കേട്ടയാൾ, അള്ളാഹുവിൽ നിന്ന് നേരെ ഹറാമിനെയും ഹലാലിനെയും മനസ്സിലാക്കാൻ അവസരം ലഭിച്ച ആദിമ മനുഷ്യനാണ് ആദം നബി. ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ടൊന്നും തിന്മയിലേക്ക് എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളില്ലാത്ത സ്വർഗത്തിൽ ആദം നബിയും ഭാര്യ ഹവ്വാ ബീവിയും കഴിഞ്ഞു പോകുമ്പോ പിശാച് വന്ന് ആദം നബിയെ സ്വാധീനിച്ച് അള്ളാഹു അരുതെന്ന് പറഞ്ഞ ഒരു തെറ്റ്, ഹറാമിനെ ചെയ്യിപ്പിക്കുകയാണ്. ആദം നബിയുടെ മനസ്സിൽ ആ തെറ്റു ചെയ്യാനുള്ള മോഹമുണ്ടാകും. സ്വർഗത്തിലുള്ള എല്ലാ അനുഭവങ്ങളും, സ്വർഗത്തിലുള്ള എല്ലാ സുഖങ്ങളും, എല്ലാ സന്തോഷങ്ങളും, എല്ലാ ആസ്വാദനങ്ങളും ആദം നബിക്കും ഹവ്വാ ബീവിക്കും അനുവദനീയമാണ്, ഹലാലാണ്. ഒറ്റ ഹറാമേ ഉള്ളൂ. ലാ തഖ്റബാ ഹാദിഹി ഷജറ, ഒരു മരം ചൂണ്ടിക്കാണിച്ച് ആയിരക്കണക്കിന് ഏറ്റവും ഫലഭൂയിഷ്ടമായ മരങ്ങളുള്ള സ്വർഗ പൂന്തോപ്പിൽ വെച്ച് ഒരു മരത്തെ ചൂണ്ടിക്കാണിച്ച് ലാ തഖ്റബാ ഹാദിഹി ഷജറ, ഈ മരത്തോട് നിങ്ങൾ അടുത്തു പോകരുത്, ഈ മരത്തിൽ നിന്ന് ഒരു ഫലവും നിങ്ങൾ കഴിച്ചു പോകരുത്. അതല്ലാത്ത എല്ലാ മരങ്ങളെയും സമീപിക്കാം, എല്ലാ ഫലങ്ങളും കഴിക്കാം, എല്ലാ ആസ്വാദനങ്ങളും ആസ്വദിക്കാം, എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഈ ഒരു മരം മാത്രം നിങ്ങൾക്ക് വിലക്കപ്പെട്ടതാണ്. നോക്കൂ, ആ ഒരു മരത്തെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അതല്ലാത്ത സകല മരങ്ങളും സകല അനുഭവങ്ങളും അത് ആസ്വദിക്കാമായിരുന്നു. പക്ഷെ പിശാചിന്റെ പ്രവർത്തനം എന്താണ്? ഒരു മനുഷ്യന്റെ മനസ്സിൽ അവൻ ഒഴിവാക്കാമായിരുന്ന കാര്യത്തോട് ആർത്തി ഉണ്ടാക്കുക, അതിന്റെ പിന്നിൽ കെട്ടുകഥകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ആ മനുഷ്യനെ അതിലേക്ക് ആകർഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഒരു സാഹചര്യം ആദം നബിയിലൂടെ മാനവകുലത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ സന്ദർഭം ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത്. നമ്മളൊക്കെ നല്ല മനുഷ്യരാണ്, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും പൂർണ്ണമായി വിശ്വാസമുള്ളവരാണ്. പക്ഷെ അറിയാതെ നമ്മൾ പിശാചിന്റെ പിടിയിലേക്ക് പെട്ടുപോകുന്നു. ഏതുപോലെ നമ്മുടെ പിതാവ് ആദം നബിയെ പിശാച് സ്വാധീനിച്ച് ആ ഫലം പറിച്ച് കഴിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതുപോലെ ആദം നബിയോട് പിശാച് പറയുന്നത്, നിങ്ങൾക്ക് ഈ സ്വർഗം ഒരിക്കലും വിട്ടുപോകാത്ത വിധം, ശാശ്വതമായി കഴിയാവുന്ന വിധം, ചോദ്യം ചെയ്യാനില്ലാത്ത വിധം അധികാരം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഒരു മാർഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ഇബ്ലീസ് ചോദിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതാണ്, ഈ ഇബ്ലീസ് നിങ്ങൾക്കുള്ള ശത്രുവാണ്, അവനെ വിശ്വാസത്തിലെടുക്കരുത്, അവനോട് ബന്ധപ്പെടരുത് എന്നൊക്കെ അള്ളാഹു പറഞ്ഞതാണ്. ഒരു ദുർബല നിമിഷത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ സഹജമായ ബലഹീനത കൊണ്ട് അത് മറന്നു പോവുകയാണ്. ആ ഫലം പറിച്ച് അത് കഴിച്ചു, കുറ്റവാളിയായി, അതിക്രമിയായി മാറി. അള്ളാഹു പറയുന്നു, നിങ്ങൾ ഈ സ്വർഗം വിട്ടു പോകണമെന്നാണ്. ഈ ഒരു സംഭവം ആവർത്തിച്ച് ഖുർആൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിലക്കുകളുണ്ട്, അള്ളാഹുവിന്റെ അനുവദനീയമായ സംവിധാനങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ഹറാമുകളുണ്ട്, ഹലാലുകളുണ്ട്. ഹലാലുകൾ നമുക്ക് ചെയ്യാം, ഹറാമുകൾ ചെയ്യരുത്. അവിടെ പിശാച് വരും, നമ്മോട് പറയും,
നമ്മുടെ മനസ്സിനെ അതിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള പ്രേരണകൾ കൊണ്ട് ആ പിശാച് നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. ആ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ അല്ലാഹുവിൽ വിശ്വാസം പ്രഖ്യാപിച്ചവരാണ്, അവന്റെ പ്രവാചകൻ വിശ്വാസം പ്രഖ്യാപിച്ചവരാണ്. എന്റെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ഹറാമുകൾ സംഭവിക്കാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഓരോ സമയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോ, പടച്ചവനെ, ഇന്ന് ഒരു ഹറാമും ചെയ്യാതെ, ഒരു നിഷിദ്ധമായ പ്രവർത്തനവും ചെയ്യാതെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കാൻ, ജീവിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ എന്ന് ഓരോ പ്രഭാതത്തിലും ഓരോ നിമിഷത്തിലും പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ പരിസരങ്ങൾ, നമ്മൾ ജീവിക്കുന്ന പരിസരം, അത് മലിനമായ, മലീമസമായ ഒരു സാഹചര്യമാണ്. തിന്മയിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുപോയേക്കാവുന്ന, നമ്മുടെ മനസ്സുകളെ നയിക്കാവുന്ന, നമ്മുടെ കൈകാലുകളെ, നമ്മുടെ ശരീരത്തെ ആ തിന്മയിലേക്ക് എത്തിക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിന്റെ പ്രവാചകനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നത്. അവിടെയാണ് നമുക്ക് സ്വർഗാവകാശം നമ്മുടേതായി മാറുന്നത്. അതുകൊണ്ട് അതൊരു ജിഹാദാണ്, പ്രയാസകരമായ സന്ദർഭമാണ്. ഹറാമുകളെ മാറ്റിവെക്കാൻ, ഹലാലുകളെ മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അറിവുകൾ നമ്മൾ വിശാലമാക്കുക, അറിവുകൾ കരസ്ഥമാക്കുക, അറിയാവുന്ന ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ തിന്മകൾ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി യാ അയ്യുഹന്നാസു തഖുല്ലാഹ ഹഖ തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനും അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ ധാരാളമായി പ്രവർത്തിക്കാനുമുള്ള ഒരു ജാഗ്രത ഉണ്ടാവണം എന്നതിനെ കുറിച്ചാണ്. അത് നമ്മുടെ ഈമാനിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തുന്ന, സ്വർഗത്തിന് അവകാശികളാക്കി നമ്മളെ മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നതാണ്. ഇതിനോട് ചേർത്ത് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഏറ്റവും അവസാനമായി ഞാൻ ചെയ്യുന്ന പ്രവർത്തനം അത് ഒരു നല്ല പ്രവർത്തനമാകണം എന്ന് നമ്മൾ തീരുമാനമെടുത്താൽ നമുക്ക് ഒരുപാട് തിന്മകളെ വെടിയാൻ നമുക്ക് അവസരം ലഭിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്താറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ അയ്യാമി യൗമ ഉൽഖീക ഫീ. അല്ലാഹുവേ, എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ആ ദിവസമാക്കണമേ. വജഅൽ ഖൈറ അഗ്മാരി ആഖിറുഹ. എൻ്റെ ആയുസ്സിന്റെ ഏറ്റവും നല്ല കാലം ആ ആയുസ്സിന്റെ അവസാന കാലമാക്കണമേ. വജഅൽ ഖൈറ അഗ്മാലി ഖവാതിമുഹ. എൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം എൻ്റെ അവസാനത്തെ പ്രവർത്തനമാകണമേ. ഇത് പ്രവാചകന്റെ നിരന്തരമായ ഒരു പ്രാർത്ഥനയാണ്. 3 കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന, അഥവാ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമാകണം ഏറ്റവും നല്ല ദിവസം. അതാകണമെങ്കിൽ ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതം അതിന് ഉപകരിക്കുന്ന രൂപത്തിൽ, അതിന് അർഹതപ്പെട്ട വിധത്തിലുള്ള ഒരു നല്ല ജീവിതമാകണം. നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് സ്ഥിരമായി നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കണമെന്നത്. നന്മ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സന്ദർഭങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ആ നന്മയിൽ നിന്ന് പതുക്കെ വഴിമാറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം ഒന്നും സംഭവിക്കുന്നത് മറ്റൊന്നുമാകുന്നു. അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായാൽ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുക? ഖുർആൻ പറയുന്നതും നമ്മുടെ
സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നതും നമ്മുടെ ജീവിതം ഏതു സമയവും അവസാനിക്കാം എന്നതാണ്. നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഈ സാഹചര്യം എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ സന്ദർഭമാണ് എന്ന ബോധ്യമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് എന്ന് പ്രവാചകൻ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സമൂഹത്തിൽ നമ്മളത് കണ്ടുവരിക. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആളുകള് അവരൊക്കെ നമ്മളെ വിട്ടുപോയത് അവർക്കിങ്ങനെ പ്രായാധിക്യം കൊണ്ട് പ്രയാസം വന്ന് മനസ്സുമടുത്ത് അങ്ങനെ മരിച്ചു പോയവരല്ല. പിന്നെയോ നമ്മൾക്കിടയിൽ കളിയും തമാശയും ഒക്കെ ആയി നടക്കുന്നതിനിടക്ക് ജീവിത തിരക്കുകൾക്കിടയിൽ അവരെ സമയം വന്നു, അവർ മടങ്ങിപ്പോയി. അവർക്ക് പ്രായം നമ്മുടെ അത്ര അല്ല, നമ്മുടെ അത്ര രോഗങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല, നമ്മുടെ അത്ര പ്രയാസങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ സമയം കഴിഞ്ഞു, അവർ പോയി. അടുത്ത ഊഴം ആരുടേതാണ്? അടുത്ത ഊഴം എന്റേതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ, നമ്മുടെ സുഹൃത്ത് യാത്രക്കിടയിലാണ് മരിച്ചത്, നമ്മുടെ പരിചയക്കാർ ഉറക്കിനിടയിലാണ് മരിച്ചത്, നിസ്കരിക്കുന്നതിനിടക്ക് മരിച്ചാൾ, ഖുതുബ പറയുന്നതിനിടക്ക് മരിച്ചാൾ, വിനോദങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ട ആള്, വിദേശത്ത് പോയി അവിടുന്ന് മരണപ്പെട്ട ആള്, കല്യാണ സദസ്സിൽ മരണപ്പെട്ട് വീണ ആള്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അടുത്ത ഊഴം എന്റേതാണ് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, അള്ളാഹുവിലേക്ക് പോകുമ്പോ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനത്തെ പ്രവർത്തനം ഏറ്റവും നല്ല പ്രവർത്തനമാകണം എന്ന വാശിയോടുകൂടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാ തിന്മയും മാറ്റിവെക്കാൻ കഴിയും. നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ഹറാമായ കാര്യം ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്നറിയോ? എന്റെ ജീവിതത്തിൽ അവസാനത്തെ പ്രവർത്തനം പടച്ചോനെ ഈ ഹറാമായി തീർന്നാൽ, ഈ ഹറാമാണെങ്കിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ എനിക്ക് നല്ല ദിവസമാകില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഹറാമ് ചെയ്യാതെ നന്മ ചെയ്ത് സുകൃതം ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല ഒരു നന്മയാകുമല്ലോ എന്ന് നമ്മൾ തീരുമാനിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ന റജുൽ ലയഗ്മലു സമാന തവീൽ ബിഅഗ്മാലി അഹ്ലിൽ ജന്ന. ചില മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു പറയാൻ സാധ്യത ഉണ്ട് എന്ന് പറയാൻ. ചില ആളുകള് സ്വർഗാവകാശികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിരന്തരമായി കുറെ കാലം ചെയ്യുന്ന ആളുകൾ. സ്വർഗത്ത് പോകേണ്ട ഒരാൾ ചെയ്യേണ്ട നന്മകൾ ഉണ്ടല്ലോ, ആ നന്മ അങ്ങനെ ചെയ്യുന്ന ആള്. പക്ഷേ പക്ഷെ ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തില് അവർ ഈ സ്വർഗത്തിന്റെ പ്രവർത്തനം നിർത്തിയിട്ട് നരകാവകാശികൾ ചെയ്യുന്ന ദുഷിച്ച പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്ന മനുഷ്യന്മാർ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകാൻ. ആ മനുഷ്യന്മാർ അവസാനം എത്തിപ്പെടുന്ന നരകത്തിലേക്കാണ്. പക്ഷെ അവരുടെ ജീവിതം നമ്മളിങ്ങനെ പരിശോധിച്ചാൽ അവർ ആദ്യകാലത്ത് നിസ്കാരത്തിനൊക്കെ ഉഷാറായിരുന്നു, എല്ലാ നന്മകളും ചെയ്തിരുന്നു, ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചിരുന്നു. പിന്നെ ഏതോ ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ അവർ വഴിമാറിപ്പോയി നരകാവകാശികൾ ചെയ്യേണ്ട തിന്മകൾ ചെയ്ത് അങ്ങനെ മരണപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിപ്പെട്ട് നരകാവകാശിയാകുന്ന മനുഷ്യർ. രണ്ടാമത്തെ ഒരു വിഭാഗം നരകാവകാശികളുടെ തെറ്റായ മോശമായ പ്രവർത്തനങ്ങൾ ദീർഘകാലം ചെയ്ത ഒരാള്. പിന്നെ ഏതോ ഒരു ഘട്ടത്തിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ശൈലി മാറി. പള്ളിയിലേക്ക് തീരെ വരാത്ത ഒരാള് നിസ്കരിക്കാൻ വരാൻ തുടങ്ങി, ജമാഅത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി, ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ പുറകിൽ നിൽക്കാൻ താല്പര്യം കാണിക്കാൻ തുടങ്ങി, സുന്നത്ത് നോമ്പ് നോക്കാൻ തുടങ്ങി, സ്വതക്ക കൊടുക്കാൻ തുടങ്ങി, ഖുർആൻ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെയൊക്കെ നന്നായി വന്ന് കുറച്ചു കാലമൊക്കെ ജീവിക്കുമ്പോ അവന് സ്വർഗാവകാശിയായിട്ട് മാറി. അള്ളാഹു അവന് സ്വർഗം നൽകി. ഇത് രണ്ട് അവസ്ഥകളാണ് പ്രിയമുള്ളവരെ. നന്നായി ജീവിച്ച് തിന്മയിലേക്ക് എത്തിപ്പെട്ട് നരകാവകാശിയാകുന്ന ഹതഭാഗ്യനായ ഒരു മനുഷ്യൻ, മോശം ജീവിതം നയിച്ച് അവസാനം നന്നായി മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ഭാഗ്യവാനായ ഒരു മനുഷ്യൻ. നമ്മൾ ഏത് വിഭാഗത്തിൽ പെടാൻ നമ്മൾ തീരുമാനിച്ചാൽ മതി. ഇതുവരെയുള്ള ജീവിതം നമ്മുടേത് എങ്ങനെയാണ്? കുറെ വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറെ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട്, കുറെ ഹറാമുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്, കുറെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി, അശ്രദ്ധകൾ പറ്റി ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു. അപ്പൊ ഇപ്പൊ നമ്മള് സ്വർഗാവകാശികളുടെ പ്രവർത്തനം ചെയ്യുന്നവരല്ല.
പക്ഷെ ഇവിടെ നമ്മൾ തീരുമാനിക്കുക, ഇനി എന്റെ ജീവിതം ഇങ്ങനെ പോയാ പോരാ, ഇനി എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. ആ മാറ്റം എന്താണ്? അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മാറ്റമാകണം. നമസ്കാരം അത് കൃത്യമായി നിസ്കരിക്കാൻ ശ്രമിക്കുക. ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കുക. പരിശുദ്ധ ഖുർആനും മതപരമായ അറിവുകളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഒഴിവുള്ള സമയത്തൊക്കെ ഒന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ലേ? അതൊക്കെ ഒരു പതിവാക്കി മാറ്റുക. ഒരു ദിവസം കുറച്ചെങ്കിലും തസ്ബീഹും തഹ്ലീലും തക്ബീറും ഒക്കെ ചെല്ലുന്നുണ്ടെന്ന് വരുത്തുക. സുന്നത്ത് നമസ്കാരം, ഫർദ് നമസ്കാരത്തിന്റെ കൂടെ സുന്നത്ത് നമസ്കാരം പതിവാക്കാൻ ശ്രമിക്കുക. സുന്നത്ത് നോമ്പ് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും, എല്ലാവർക്കും ഒന്നും എല്ലാം ചെയ്യാൻ കഴിയില്ല, എത്രയാണോ കഴിയുക അത്രയും അതൊരു താല്പര്യമായി എന്റെ ജീവിതത്തിൽ അതൊരു മാറ്റമായി ഞാൻ ഉൾക്കൊള്ളും എന്ന് തീരുമാനിക്കുക. നന്മ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ തട്ടിക്കളയാതിരിക്കുക. നന്മ ചെയ്യാൻ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ഒരു സഹായം ചോദിച്ചു വരുമ്പോ അപ്പത്തെ ഒരു വികാരത്തിന് നമ്മൾ തിരിഞ്ഞു പോകാൻ നമുക്ക് വേണമെങ്കിൽ, പക്ഷെ നമ്മളൊരു 10 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു സഹായം, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ, ഒരു നല്ല ഒരു സംസാരം നടത്തിയാൽ ആ മനുഷ്യന് ലഭിക്കുന്ന സമാധാനത്തിന് പകരമായി ഒരുപക്ഷെ നമുക്ക് സ്വർഗം വരെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒന്നും നിസ്സാരമായിട്ട് കാണരുത്. തിന്മകൾ പരമാവധി കുറക്കാൻ ശ്രമിക്കുക, നന്മകൾ ധാരാളമായി ചെയ്യാൻ ശ്രമിക്കുക. യുദ്ധക്കളത്തില് ശത്രുക്കളോട് ഏറ്റുമുട്ടി അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു വീരശൂര പരാക്രമിയായ ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് വിശ്വാസികളൊക്കെ പറഞ്ഞു, ഓന് സ്വർഗത്തിലേക്കുള്ള പോക്കാണ് പോകുന്നത്. യുദ്ധക്കളത്തിൽ അങ്ങനെ ശത്രുവിന്റെ വാൾമുന തുമ്പിലൂടെ ധൈര്യമായി മുന്നേറുന്ന, അവരെ അരിഞ്ഞു വീഴ്ത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു യോദ്ധാവിനെ ചൂണ്ടി അതല്ലാതെ പറയാൻ ഒരാൾക്കും കഴിയില്ല. പക്ഷെ റസൂൽ അത് കേട്ടു. റസൂൽ പറഞ്ഞു, ഓ നരകത്തിലാണ്. യുദ്ധക്കളത്തിൽ ആയുധമേന്തി ശത്രുവിന്റെ മുന്നിൽ ധീരോജ്ജലമായി പടവെട്ടുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കി പ്രവാചകൻ പറഞ്ഞു, അവൻ നരകത്തിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോ യുദ്ധക്കളത്തിൽ വർത്താനുണ്ടായി, ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നാണ്. യുദ്ധക്കളത്തിൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. എങ്ങനെയാണ്? വാള് നിലത്ത് കുത്തിവെച്ച് അതിലേക്ക് തന്റെ വയറമർത്തി കിടന്ന് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നാണ്. ആത്മഹത്യ ചെയ്തവന്റെ ഇസ്ലാമികമായ വിധി എന്താണ്? അവൻ നരകാവകാശിയാണ്. ഈ ചെറുപ്പക്കാരന് അത് സംഭവിക്കുമെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. അതുമാത്രവുമല്ല, ആ ചെറുപ്പക്കാരൻ യുദ്ധം ചെയ്യുന്നത് യഥാർത്ഥമായ ഈമാനോടുകൂടെയല്ല എന്ന് പ്രവാചകന് വഹി ലഭിച്ചതാണ്. അത് പ്രവാചകൻ സമൂഹത്തിന് ഒരു പാഠമായി അവിടെ പഠിപ്പിക്കുകയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്യുന്ന പ്രവർത്തനം നിഷ്കളങ്കമാവണം. പരലോകത്തെ ലക്ഷ്യം വെച്ച് പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവാചകന്റെ മാതൃക പിൻപറ്റിയുള്ള പ്രവർത്തനമാകണം നന്മ ചെയ്യുന്നത്. മറ്റൊരു നിയ്യത്തുണ്ടാവാൻ പാടില്ല. ആളുകളെ കാണാൻ, ആളുകളെ ബോധ്യപ്പെടുത്താൻ, ഞാൻ വീരനാണ്, ഞാൻ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്, ഞാൻ ഇസ്ലാമിന് വേണ്ടി പണം വാരി വലിച്ചെറിയുന്നവനാണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടി ചെയ്താൽ അത് അള്ളാഹുവിന്റെ അക്കൗണ്ടില് അത് പരിഗണിക്കപ്പെടുകയില്ല. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ആ ജീവിതത്തിന്റെ പ്രവർത്തനത്തിന്റെ അവസാനം മനസ്സുമടുത്ത് ഒരു നിഷിദ്ധമായ ഹറാമിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം അതുണ്ടാക്കാതിരിക്കുക. അത് അപകടകരമാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അവസാനത്തെ പ്രവർത്തനം, ഇന്നിപ്പോ നമ്മൾ ജുമാ ജമാഅത്തിലാണ്, അവസാനത്തെ പ്രവർത്തനം ഇതാണെങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിന്റെ പക്കൽ സ്വർഗം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സുന്നത്ത് നോമ്പ് നോറ്റ അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം നൽകുമെന്നാണ്. ഒരു നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യൻ മരണപ്പെട്ടാൽ അവന് സ്വർഗമുണ്ടെന്നാണ്. നമ്മൾ അത്തരത്തിൽ ജീവിതത്തിന്റെ അവസാനം ചെയ്യുന്ന പ്രവർത്തനം നന്മയാകണം എന്ന് ആഗ്രഹിച്ച് തിന്മകളെ മാറ്റിവെക്കുക. ദൗർഭാഗ്യവശാൽ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ റൂഹിനെയെങ്ങാനും അള്ളാഹുവിന്റെ മാലാഖമാർ വന്ന് പിടിച്ചാൽ നമ്മുടെ ജീവിതം നഷ്ടമായി മാറും എന്ന ബോധ്യമുണ്ടാവുക. അതുകൊണ്ട് തിന്മ ചെയ്യാതിരിക്കുക. ആ തിന്മ ചെയ്യുമ്പോഴാണ് എന്റെ ആത്മാവിനെ മാലാഖമാർ വന്ന് പിടിക്കുക എന്ന് നമുക്കറിയാത്തത് കൊണ്ട് ആ തിന്മകളെ മാറ്റിവെക്കുക. മരണത്തിന് വേണ്ടി സന്നദ്ധമാവുക. എപ്പോഴും മരണം സംഭവിക്കാം എന്ന് ഉറപ്പോടുകൂടെ നമ്മൾ ജീവിക്കുക.
അത്തരത്തിൽ ഒരു മാനസികാവസ്ഥയിലേക്ക്, അത്തരം ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ സാധിക്കും. അതുപോലെ തന്നെ തിന്മകളില്ലാത്ത നന്മകൾ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ച് നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നേടാനുള്ള അവസരം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അത്തരത്തിൽ ജീവിക്കാൻ കഴിയുന്ന യഥാർത്ഥ ഭാഗ്യശാലി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ പള്ളിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു 3 ദിവസത്തെ അടുത്ത ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ 10:30 വരെ പ്രത്യേകമായ MSMന്റെ ഒരു മോറൽ സ്കൂൾ, മോറൽ സ്കൂൾ എന്ന പേരിൽ ഒരു ധാർമ്മിക പഠന സെഷൻ നമ്മൾ നടത്തുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഞായർ, തിങ്കൾ, ചൊവ്വ 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പാണ് മോറൽ സ്കൂൾ. രാവിലെ 9 മണി തൊട്ട് 10:30 വരെ 1.5 മണിക്കൂർ സമയമാണ് ഒരു ദിവസമുള്ളത്. അതിൽ നമ്മുടെ മക്കൾ പങ്കെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊന്ന്, അടുത്ത മെയ് 2, 3, 4 തീയതികളിൽ ഗൈഡൻസ് കോളേജിൽ വെച്ച്, പാലാട് ഗൈഡൻസ് കോളേജിൽ വെച്ച് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി 8ാം ക്ലാസ്സിന് മുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. മെയ് 2, 3, 4 തീയതികളിലാണ്. വളരെ ചുരുങ്ങിയ കുട്ടികൾക്ക് മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാവുക. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന സെഷനാണ് ഗൈഡൻസ് സ്കൂൾ നടക്കുന്നത്. മെയ് 2, 3, 4 തീയതികളിലാണ്. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ മഹലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ നടത്തുന്ന ക്യാമ്പിനും അതുപോലെ തന്നെ കുടുംബ സംഗമത്തിനുമൊക്കെ ആവശ്യമുള്ള ഒരു സാമ്പത്തിക ചെലവിലേക്ക് എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഈ ആഴ്ചയാണ് നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കളക്ഷൻ നടത്തുന്നത്. എല്ലാ ആളുകളും അതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയെ കണ്ട് ആ സംഭാവന ഏൽപ്പിച്ച് പിരിഞ്ഞു പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഹറാമുകളെ പരമാവധി ഒഴിവാക്കി അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഒഴുകി ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം വലിയ ചൂട് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിലാണ്. കുട്ടികൾക്കും അതുപോലെ രോഗികൾക്കും പ്രായം ചെന്നവർക്കും ഒക്കെ അസഹ്യമായ വിധത്തിലുള്ള കാലാവസ്ഥയാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലുള്ളത്. നമുക്ക് ഇതിന് സഹായമായി നമ്മൾ AC വെച്ചാൽ നമുക്ക് പരിഹാരമാകും എന്ന് തോന്നും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മാർഗമാണ് എന്നൊക്കെ തോന്നും. അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് നമുക്കറിയാം. വോൾട്ടേജ് കുറഞ്ഞാൽ AC വർക്ക് ചെയ്യാതെ വരും, അസഹ്യമായ ചൂട് വരും, പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതിനൊക്കെ പരിഹാരം അള്ളാഹുവിൻ്റെ ഒരു കാവൽ മാത്രമാണ് എന്നറിയുന്നവരും വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അള്ളാഹുവിനോട് അടുത്ത് പ്രാർത്ഥിച്ച് അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഈ കാലാവസ്ഥയിലെ അസഹ്യമായ ഈ ചൂടും ഈ അവസ്ഥകളുമൊക്കെ മാറ്റിത്തരാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്ന ബോധ്യത്തോടുകൂടെ മനസ്സ് ചേർത്ത് വെച്ച് അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള കാലാവസ്ഥയാക്കി മാറ്റി തരുമാറാവട്ടെ. മഴ കൊണ്ട് നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലെ മനുഷ്യജീവികളെ മാത്രമല്ല മുഴുവൻ ചരാചരങ്ങളെയും അള്ളാഹു മഴ കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. നിർമ്മയും ആശ്വാസവും ലഭിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ തന്ന് അള്ളാഹു നമ്മളോടുള്ള ഇഷ്ടവും അടുപ്പവും പ്രകടിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഗൗരവത്തിലുള്ളതും അല്ലാത്തതുമായ എല്ലാ തിന്മകളും വെടിയാനും അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി മടങ്ങാനുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശാന്തിയും സമാധാനവും ഐശ്വര്യവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.